ഹലോ ഗൈസ്, അപ്പോൾ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരാൾ ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഗോഷ്ടി കാട്ടി പോയതാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഒരു വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോഴേക്കും ചക്കരമോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുക എവിടേക്ക് പോകണമെന്ന് അറിയുമോ? പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും തെറ്റും. ഈ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്നുള്ളത് ഞങ്ങളെപ്പോഴും മറക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കി വരുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ 2 കണ്ണും 3 കണ്ണൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. അപ്പം ഞങ്ങൾ എന്നും ഒരേ ഒരു റൂട്ടീനല്ലേ, അപ്പോൾ ഒരു ദിവസമെങ്കിലും ചക്രമോനെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയത്. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നു, റിയ. അപ്പോൾ അവൾ സൺഡേ സ്പെഷ്യലായിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത് തരാനായിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ആൾക്കും അന്ന് ഓഫീസൊന്നും ഇല്ലല്ലോ, സൺഡേ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ബിരിയാണിയൊക്കെ വെച്ചതാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആളുടെ ബിരിയാണി. വേറെ പ്രത്യേകിച്ച് പിന്നെ വേറെ കറിയൊന്നും വേറെ ആവശ്യമില്ല. എന്തോ ദം ബിരിയാണി നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഈ മൊബൈലും പിടിച്ച് നിൽക്കണ കണ്ടപ്പോൾ ആളിങ്ങനെ നോക്കിയിട്ട് തന്നിട്ട് ആൾ പോയി. അപ്പം നമ്മളാ പോണ വഴിക്ക് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവാൻ മാമിയും അമ്മും ഇവരൊക്കെ വീട്ടിലോട്ട് വരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അമ്മൂനെ ഡോക്ടറെ കാണാനുണ്ടായിരുന്നു വിയ്യൂർ. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ട് ഞങ്ങളത് ജയലക്ഷ്മിയിലോട്ടാണ് പോയത്. വണ്ടി പാർക്ക് ചെയ്ത് ഞാനും മാമിയും കയറി വരാം. അപ്പോഴേക്കും നമ്മുടെ ചക്രമോനും അമ്മും ടീമൊക്കെ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറിയിരുന്നു. ഞങ്ങൾ എത്തുമ്പോഴേക്കും കുന്നംകുളത്തു നിന്നുള്ളവർ എത്തിയിട്ടാണ്, അതായത് നമ്മുടെ പാച്ചുവിൻ്റെ വീട്ടുകാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ താഴത്തെ ഫ്ലോറിലായിരുന്നു. ഞങ്ങളാണെങ്കിൽ വെഡ്ഡിങ് സെക്ഷനിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ് അവരെ നോക്കിയിട്ട്. അപ്പോൾ നീതുണ്ട്, അമ്മുണ്ട്, വല്യമ്മയുണ്ട്. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മേമി ഞാനൊക്കെ ആയിട്ട് ഒരു സെൽഫി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഭംഗിയുണ്ടല്ലേ സാരീസൊക്കെ എന്ന്. അപ്പോൾ ആ നിൽക്കണ വെള്ള ഷോൾ ഇട്ടതാണ് കേട്ടോ നമ്മുടെ വിജയമ്മ, അതായത് കല്യാണച്ചക്കൻ്റെ അമ്മ, അമ്മൂൻ്റെ അമ്മ. അപ്പം ഞാനും എൻ്റെ ചക്രമോനും കൂടി ഒരു സെൽഫി ഒക്കെ എടുത്തു. അവരവിടെ ഡ്രസ്സ് നോക്കുമ്പോൾ ഞങ്ങളിപ്പുറത്ത് സെൽഫി എടുത്ത് കളിക്കുക. അതാണ് ഞങ്ങൾ. അപ്പോൾ അവർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്, വായോ സാരി നോക്ക് സാരി നോക്ക്. അപ്പോൾ നിങ്ങളിരുന്ന് നോക്ക്, ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ ഫോട്ടോസ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പുറത്ത് നിൽക്കുക. സത്യത്തിൽ ജയലക്ഷ്മിയിലൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എടുക്കാൻ അവർ സമ്മതിക്കാറൊന്നുമില്ല. ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോയിട്ട് എടുക്കാമെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്രാവശ്യം എന്താണോ അവരൊന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ നല്ല ഭംഗിയുണ്ട് സാരീസൊക്കെ കാണാനായിട്ട്. കാഞ്ചീപുരം, ബനാറസി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും പേരുകളൊന്നും എനിക്കറിയില്ല. സാരി ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല സാരി കേട്ടാ അങ്ങനെ പറയാനറിയുള്ളൂ, അല്ലാണ്ട് ഞാൻ അധികം സാരി ഉടുക്കണ ആളല്ല. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു നോക്കി നോക്കാം, കുറേ മോഡൽ സാരികളൊക്കെ വെച്ച് ഉടുത്ത് നോക്കാം എന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിമാരിങ്ങനെ അത് നിവർത്തിയിട്ടിട്ട് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത് നല്ല ഭംഗിയുണ്ടാവും, ഗോൾഡൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോഴാണ് ഞങ്ങൾ അപ്പുറത്ത് കണ്ട ഒരു ബ്രൈഡ് നിന്ന് സാരി ഉടുക്കുന്നത്. ആളുടെ കളറ് നല്ല ഭംഗിയുണ്ട് സാരിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ മോഡൽ ഒരു സാരി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഇത് ഗോൾഡൻ്റെ ഷെയ്ഡാട്ടാ. അപ്പോൾ ഇതിങ്ങനെ ഉടുത്ത്, അപ്പോൾ ഇത് കാണുന്ന പോലെ അവൾക്ക് ഉടുത്തപ്പോൾ ഭംഗിയില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബോർഡറില്ലാത്തത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതേ ബോർഡറില്ലാത്തൊരു സാരി കൊണ്ടുവന്നു. ഇത് റാണി പിങ്കാണ് കളറ്. നമ്മളിങ്ങനെ എടുത്തു വന്നപ്പോൾ ശരിക്കും അറിയാത്തതായിരിക്കാം. അപ്പോൾ ഈ സാരിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാരി. അവൾക്കും ഇതിഷ്ടമായി, ഇത് മതി എന്ന് പറഞ്ഞു. ഇതിൽ റോസ് ഗോൾഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. റോസ് ഗോൾഡിൻ്റെ ചെറിയ വർക്കാണ് വന്നിരിക്കുന്നത്, ജെറി വർക്ക്. പിന്നെ ഒരു സാരിയും കൂടി ഞങ്ങൾ വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പറഞ്ഞു വേണ്ട, ഇത് വേണ്ട, എനിക്ക് മറ്റേ സാരി തന്നെ മതി എന്നവൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ മറ്റേ സാരിയിൽ ഉറപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു ഇതും കൂടി ഇട്ട് നോക്കി നോക്ക്, ഉടുത്ത് നോക്കി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അതും കൂടി ഉടുത്ത് നോക്കിയത്. പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു റിസപ്ഷൻ്റെ ഒരു സാരിയും കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ ഇതാണ് നോക്കിയ സാരി. അത് അത്ര കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, അവിടെ ഇട്ടിട്ട് പോന്നു. പിന്നെ ഞങ്ങൾ അവിടത്തെ ഉപേക്ഷിച്ച് നേരെ ഞങ്ങൾ വന്നത് കല്യാണിലാണ്. കല്യാണിൽ വന്ന് പുതിയതായിട്ട് ഒരു റിസപ്ഷൻ്റെ ഒരു ഫ്ലോർ തുടങ്ങിയിട്ടുണ്ട്, റിസപ്ഷൻ്റെ ഡ്രസ്സിനുള്ളൊരു ഫ്ലോറ്. അവിടെ പോയി അവിടെ ഈ ഡ്രസ്സാണ് ഇട്ട് നോക്കിയത്. അപ്പോൾ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടു, കളറ് നമ്മളിപ്പോൾ രാവിലത്തെ ഇതും കൂടി ഒരേപോലെ പോകും. അപ്പോൾ ആ ചേച്ചി എന്നോട് പറയാം ഫോട്ടോയും വീഡിയോസും ഒന്നും എടുക്കരുത് എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ
സെലക്ട് ചെയ്ത കളർ ഈ കളറാണ്. കളർ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ ഈ ഡ്രസ്സാണ് നമ്മൾ റിസപ്ഷന് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സൺഡേ പരിപാടികൾ.